Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒന്ന് വലത് നമുക്ക് ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഷാലോം നൈറ്റ് വിജിലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു രാത്രിയാണ്. കർത്താവ് നമ്മെ കാത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു രാത്രി, അനുഗ്രഹമായി കാത്തിരിക്കുന്ന ഒരു രാത്രി. ആവശ്യമുള്ളതെല്ലാം നൽകി അനുഗ്രഹിക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാത്രി. Praise the Lord. Hallelujah. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. Praise the Lord. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ട് കേട്ട് അനുഭവിച്ച കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്. അദ്ദേഹം കാണുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായം 5-ാം തിരുവചനം. അവിടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറഞ്ഞു: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കർത്താവിന്റെ വാക്കായത്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ആകില്ല. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? കരുണ കാണിക്കാതിരിക്കില്ല. അങ്ങനെ സംഭവിക്കില്ല. കർത്താവ് പറയാണ് അങ്ങനെ സംഭവിക്കില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് മുമ്പിൽ ഈ രാത്രിയിൽ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെയുമൊക്കെ പ്രാർത്ഥന കേൾക്കാൻ ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ കാത്തിരിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കിയേ. എന്നിട്ട് ഷെയ്ക്കാൻ കൊടുക്കുന്നു വേണ്ട, മുഖത്ത് നോക്കിയാൽ മതി. മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുക: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഹല്ലേലൂയ. വലുതരം നിർത്തി പറയുന്നു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു വലിയ അടയാളമാണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, ഈ ലോകത്തിൽ നിന്ന് വേർപെടുമ്പോൾ, കർത്താവിന് എന്നെ നിങ്ങളെയും വേർപെടാൻ ഉള്ള മടി കൊണ്ട്, നമ്മളുടെ വലിയ സ്നേഹം കൊണ്ട് അവിടെ നിങ്ങനെ പറഞ്ഞു: ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിത്യവും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ ഞാൻ അയക്കുകയും ചെയ്യും. ആ സഹായകൻ്റെ പേരെന്താ? പരിശുദ്ധാത്മാവ്. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അവൻ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ ശിഷ്യന്മാർക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല എന്താണ് കർത്താവ് പറഞ്ഞതെന്ന്. പക്ഷെ അവൻ്റെ കുരിശുമരണത്തിന് ശേഷം, ഉദ്ധാനത്തിന് ശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ കാണുന്നു: പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പോൾ വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശബ്ദം കേട്ടു. വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന ഭവനത്തിന് മേൽ വന്നു. ഒരു വലിയ കൊടുങ്കാറ്റ് കേൾക്കുന്നു. അഗ്നിജ്വാലകൾ പോലുള്ളത് എന്തോ ഒന്ന് അവരുടെ എല്ലാം ശിരസിന് മുകളിൽ വന്ന് നിൽക്കുന്നതായി ഇവർ കാണുകയാണ്. അപ്പോൾ മുതൽ ഇവർ പുതിയ വ്യക്തികളായിട്ട് മാറുന്നു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പുതിയ ഭാഷകൾ സംസാരിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. നിഴലടിച്ചാൽ രോഗശാന്തികൾ സംഭവിക്കുന്നു, വസ്ത്രത്തിൽ തൊട്ടാൽ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. ദൈവമായ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ആ ജനത്തെ അനുഗ്രഹിച്ചു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാം ഒരുമിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന്
കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം അവർ സമ്മേളിച്ചിരുന്ന ഭവനത്തിന് മേൽ വന്നു. അവർ കാണുന്നു അഗ്നിജ്വാലകൾ പോലുള്ളത് എന്തോ വന്ന് അവിടെ എല്ലാം ശിരസിന് മുകളിൽ വന്ന് തരുന്നു. അവർ പുതിയ വ്യക്തിയായിട്ട് മാറുന്നു, പുതിയ ഭാഷകളിൽ സംസാരിക്കുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ സുവിശേഷം പ്രസംഗിക്കുന്നു. അവർക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജനം കാത്തിരിക്കുന്നു. അവരിലൂടെ അവിടെ വെച്ച് തിരുസഭ പണിതുയർത്തപ്പെടുകയാണ്. അവിടെ വെച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുകയാണ്. പ്രിയമുള്ളവർ, നമുക്ക് കരങ്ങളൊക്കെ ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താം. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും. ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും. അവരോട് ചോദിക്കണം പരിശുദ്ധാത്മാവിന് വേണ്ടി. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിന് വേണ്ടി. പെന്തക്കോസ്ത ദിനത്തിൽ അവിടെ മേൽ അയച്ച ആ അഗ്നിയുടെ അഭിഷേകം, ആ ശക്തിയുടെ അഭിഷേകം, ആ സ്നേഹത്തിന്റെ അഭിഷേകം, ആ സൗഖ്യത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ സമൂഹത്തിൽ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സ്വരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദാഹത്തോടെ പ്രാർത്ഥിക്കാം, വിളിച്ചു പ്രാർത്ഥിക്കാം, കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം, ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താളത്തിൽ കരങ്ങളടിച്ച് നമുക്കെല്ലാം പരിചയമുള്ള ഒരു പാട്ട് ആത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പാടുന്നു. ഒരുമിച്ച് നമുക്ക് ആ പാട്ട് പാടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പാടാം നമുക്ക്. ആ ആത്മാവിന്റെ അഭിഷേകം ശിരസോളം ഉയരത്തക്ക രീതിയിൽ, ആ നദിയിൽ നീന്തി തുടിക്കത്തക്ക രീതിയിൽ. ഓ പരിശുദ്ധാത്മാവേ, മുട്ടോളമല്ല അരയോളമല്ല, പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഭിഷേകം ഒരു കടല് പോലെ, നദി പോലെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകണമെന്നൊക്കെ പ്രാർത്ഥിക്കാം. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാ. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ. നീന്തിയിട്ടില്ലാത്ത, കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാ. നീന്തിയിട്ടില്ലാത്ത, കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കണതാ. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കുസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവരെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. വഴിതെറ്റിയതിനെ നേർവഴിക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആറിപ്പോയതിന് ചൂട് നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്കെല്ലാം ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് അവിടുത്തെ ചൂടിനാൽ നിറയാൻ, അവിടുത്തെ ശക്തിയാൽ നിറയാൻ, അവിടുത്തെ അഭിഷേകത്തിനാൽ നിറയാൻ വേണ്ടി പ്രിയമുള്ളവരെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം,
നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. കരങ്ങൾ ഉയർത്തിയടിച്ച് പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പാടാൻ നമുക്ക് സൈന്യത്യാലെ അല്ല, ശക്തിയാലല്ലേ അല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നമ്മൾ അഭിഷേകം പ്രാപിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് നിറയേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ഞാനും നിങ്ങളുമൊക്കെ അഭിഷേകം പ്രാപിക്കേണ്ടത്, പുതിയ ശക്തിയായി തീരേണ്ടത്, പുതിയ വ്യക്തിയായി തീരേണ്ടത്. അതിനാൽ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അഭിഷേകമായി, ഒരു കൊടുങ്കാറ്റായി, ഒരു സൗഖ്യമായി ഈ പ്രാർത്ഥനയിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്നു വില ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, വിഞ്ചനമുണർന്ന് വില ചെയ്യുവാൻ. പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ ഉന്മഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തിയായി, അവിടുത്തെ അഭിഷേകമായി, അവിടുത്തെ കൃപയായി ഞങ്ങളുടെ മേൽ, കുടുംബത്തിന് മേൽ അഭിഷേകമായി ആത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാടാം, കരങ്ങൾ ഉയർത്തി പാടാം വീണ്ടും. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ദാഹത്തോടെ വീണ്ടും പാടുന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ വിളിക്കുന്നു, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റിനാൽ ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാം. എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ,
ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. Praise the Lord. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഒരു രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിന് കടന്നു വരുന്ന ഒരു രാത്രി, നമ്മുടെ കുടുംബത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റുന്ന രാത്രി, നമ്മുടെ തലമുറയെ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു രാത്രി, നൈറ്റ് വിജിൽ രാത്രി. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു കത്ത് വായിച്ചു കേട്ട്, ഒരു അനുഗ്രഹത്തിൻ്റെ കത്ത് വായിച്ചു കേട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് UK നിന്നാണ്. എൻ്റെ പേര് ജോൺ സി ജേക്കബ്. ഞാൻ കഴിഞ്ഞ 18 വർഷമായി UK താമസിക്കുന്നു. എൻ്റെ മകൻ ഗിഫ്റ്റി ജോൺ സി പഠനത്തിന് വളരെ പിന്നോക്കമായിരുന്നു. സ്കൂൾ തലങ്ങളിൽ A ലെവൽ ഫസ്റ്റ് ഇയർ തോറ്റുപോയിരുന്നു. അവൻ മിടുക്കനായി പഠിക്കാനായി ഷാലോം നൈറ്റ് വിജിലിലേക്ക് ഞാൻ നിരന്തരം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. A ലെവൽ സെക്കൻഡ് ഇയർ പകുതിയായപ്പോൾ അവൻ പറയുന്നു, എനിക്ക് മിടുക്കനായി പഠിക്കണമെന്ന്. A ലെവൽ ഫസ്റ്റ് ഇയർ കൂടി വീണ്ടും റിവൈസ് ചെയ്യാൻ പോവുകയാണെന്നും അവൻ പറഞ്ഞു. അങ്ങനെ 2 വർഷത്തെ പരീക്ഷകൾ ഒന്നിച്ചെഴുതി ടോപ്പ് മാർക്കോടെ സ്കൂളിലെ മിടുക്കനായി പാസ്സായി. എക്സലൻസ് സ്കോളർഷിപ്പോട് കൂടി മെഡിക്കൽ സയൻസ് ബിരുദവും കരസ്ഥമാക്കി. ഇപ്പോൾ UK അവൻ പഠനം തുടരുകയാണ്. അനുഗ്രഹിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ശാലോമിനും 1000 നന്ദി. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പൻ്റെയും അമ്മയുടെയും വേദന, മകൻ പഠനത്തിൽ വളരെ മോശം. അവർ നിരന്തരം നൈറ്റ് വിജിൽ ആശ്രയിച്ചു, കർത്താവിൽ ആശ്രയിച്ചു, അവർ പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ആ കുഞ്ഞിൻ്റെ മേൽ അയച്ചു. പരിശുദ്ധാത്മാവ് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അവൻ തന്നെ പറഞ്ഞു, എനിക്ക് നന്നായി പഠിക്കണം. 2 വർഷത്തെ അവൻ ഒരുമിച്ച് എഴുതുന്നു, ടോപ്പ് മാർക്കോടെ പാസ്സാകുന്നു, സ്കോളർഷിപ്പോടെ അവൻ MBBS പാസ്സാകുന്നു. ഈശോ അവനെ അനുഗ്രഹമാക്കി ഉയർത്തി. അതിനോട് സമാനമായി മറ്റൊരു കത്തുകൂടെ ഇപ്രകാരം ഞാൻ വായിച്ചിരുന്നു. ബാംഗ്ലൂരിൽ നിന്നൊരു സഹോദരി എഴുതിയ ഒരു കത്താണ്. കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം നൽകിയ ഒരു കത്ത്. ആ സഹോദരി ഇങ്ങനെ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് എന്ത് ഭക്ഷണം കൊടുത്താലും കുഞ്ഞ് കഴിക്കില്ല. ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും കുഞ്ഞ് തുപ്പിക്കളയും. അമ്മയുടെ വേദന ഓർത്ത് നോക്കിയേ, ഭക്ഷണം കഴിക്കാത്തൊരു കുഞ്ഞ്. അവർ പറയുകയാണ്, ഒരു നൈറ്റ് വിജിൽ രാത്രിയിൽ ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ രാത്രി മുതൽ തന്നെ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് മറ്റാർക്കും വേണ്ടിയല്ല, നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ മക്കളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ചിലപ്പോൾ ഒരു പഠന വൈകല്യമുള്ള മക്കളുണ്ടായിരിക്കാം, പഠന മേഖലയിൽ ഒത്തിരി പിന്നോക്കമുള്ള മക്കളുണ്ടായിരിക്കാം, ഏതെങ്കിലും കുറവുകളുള്ള ബലഹീനതയുള്ള മക്കൾ നിനക്കുണ്ടായിരിക്കാം. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ മക്കളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാൻ നമ്മുടെ ദൈവമായ കർത്താവിന് പറ്റും. നിന്നെക്കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട്. അതിൻ്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി എന്നാണ് ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെക്കുറിച്ചും ദൈവത്തിന് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് അവൻ ഉയരണമെങ്കിൽ നമ്മൾ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്നെല്ലാം മറന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടെ വീണ്ടും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒന്ന് കണ്ണുകളൊക്കെ അടച്ചു പിടിച്ച് ഇടതുകരം നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് നമ്മളിവിടെ വായിച്ചു. UK ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള UK ഒരു കുടുംബത്തെ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയിലൂടെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ അനുഗ്രഹമാക്കി മാറ്റി. ബാംഗ്ലൂരുള്ള ഒരു കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, തുപ്പിക്കളയുന്നു.
പ്രാർത്ഥിച്ച സ്പോട്ടിൽ ദൈവമായ കർത്താവ് ഇടപെട്ടു. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ദൈവം എത്രയധികമായി അനുഗ്രഹിക്കും. എൻ്റെ മക്കൾ ഒരു അനുഗ്രഹമായിട്ട് മാറണം. എൻ്റെ മക്കൾ ഒരു ആവേശമായിട്ട് മാറണം. എൻ്റെ മക്കൾ കുടുംബത്തിന് അഭിമാനമായിട്ട് മാറണം. ഒത്തിരി സ്നേഹത്തോടെ മക്കളെല്ലാം നമ്മൾ വിശ്വാസത്തിൽ കാണുന്നു. അവർ വിദേശത്തോ സ്വദേശത്തോ വിദൂരങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ ആയിരിക്കാം, പഠന മേഖലയിലായിരിക്കാം. ഇതാ ഈ രാത്രിയിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പോകുന്നു. വിശ്വസിക്കുക. വലത്തുകരം ഉയർത്തിപ്പിടിക്കാം. യേശു സന്നിധിയിലേക്ക് അവിടുത്തെ ശക്തിയിൽ നിന്ന് നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറയെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പേരുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. പഠന വൈകല്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഇപ്പോൾ എൻ്റെ മക്കൾ ഒരു അനുഗ്രഹമായി തീരട്ടെ. വൈകല്യങ്ങൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. പഠനമേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ